ഇപ്പൊ ഒരു പൂജാരി ചെയ്യുന്നത് പോലെ കുറെ പൂക്കൾ എടുത്തെറിഞ്ഞു, ഒരു മണി എടുത്തടിച്ചു, ആവാഹിച്ച് യേശുവിന്റെ ശരീരത്തെ രക്തത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? തിരക്കിലാണോ? പറഞ്ഞു. ഓക്കെ, അത് എനിക്ക് രണ്ട് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞത്, നമ്മൾ ഈ കുർബാനയ്ക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെറുപ്പം തൊട്ട് അൽത്തരാസംഘവും എല്ലാമായിട്ട് പള്ളിയായിട്ട് ഇങ്ങനെ നടന്നിട്ട് നമുക്ക് കുർബാന എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ടാണ് കംപ്ലീറ്റ്. അപ്പൊ അപ്പോ അത് ഞാനിപ്പോ അച്ഛൻ ചെല്ലുമ്പോ നമ്മൾ പ്രാർത്ഥന ചെല്ലും, പാട്ടുകൾ പാടും, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അതിൽ നിന്നൊരു എന്താ പറയാ, ഒരു ആത്മീയമായിട്ടുള്ളൊരു സംതൃപ്തി വരുന്നതെന്ന് പറയില്ല, അങ്ങനെ ഒരു സംഭവം എനിക്ക് അധികം ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കുർബാന മുടക്കാണ്ട് പോവും, കുർബാന കാണാൻ ഇതാണ്, അങ്ങനെയൊക്കെ ചെയ്യും. ഇതിപ്പോ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട്, എല്ലാം നമുക്ക് അറിയുന്നതായതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഫ്ലോയിൽ അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദറിന്റെ ഒന്ന്, ഇത് നമുക്ക് എങ്ങനെ നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രയറുകൾ ചെയ്യേണ്ടതുണ്ടോ, നമ്മള് അങ്ങനത്തെ കാര്യം, അതാണ് ഞാൻ എന്റെ ഒരു കുർബാന എന്താണെന്ന് മനസ്സിലായിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുർബാന ഇല്ലെന്ന്? എന്താണ് കുർബാന? നമുക്കുള്ള പാപപരിഹാര ബലി. ഇവിടെയാണ് ഏറ്റവും വലിയ അബദ്ധം പറയുന്നത്. ഇനി ഒരു പാപപരിഹാര ബലി ഉണ്ടോ? ഇനി ഇല്ല. അതാണ് നമുക്ക് യേശു വന്നു, യേശു കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അതിന്റെ ഒരു ഓർമ്മാചരണം. ഹെബ്രായ ലേഖനം 7 മുതൽ 10 വരെയുള്ള അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പാപപരിഹാര ബലി ഇല്ല, ബലി അവസാനിച്ചു. ഇനി അർപ്പിക്കപ്പെടാൻ ഇനി ഒരു ബലിയില്ല എന്ന് വ്യക്തമായി കിടക്കുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ അതിന്റെ 7 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെയുണ്ട്, നിങ്ങൾ പാപങ്ങൾ സമർപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമായാൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും നിന്നെ നീതീകരിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ പാപങ്ങൾ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഒരു ബലിയേ ഇല്ല. അപ്പൊ പാപപരിഹാര ബലി അല്ല ഒരിക്കലും വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ സഭ അത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ തെറ്റിദ്ധാരണയും. പിന്നെ കുറച്ച് അച്ഛന്മാരൊക്കെ വെറുതെ ഇരുന്നിട്ട് ഈ മനുഷ്യരെ പൊട്ടനാക്കുന്ന കുറെ സാധനങ്ങൾ പറഞ്ഞു വെച്ച് ഒരു സംഭവമാണത്. സഭ അതൊന്നും അല്ല പഠിപ്പിക്കുന്നത്. സഭ കുർബാന എന്താന്ന് വ്യക്തമായിട്ട് വേറെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും പാപപരിഹാര ബലിയാണെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. കാരണം പാപപരിഹാര ബലി കാൽവരിയിൽ കഴിഞ്ഞു. അതെ. ഇനി അവിടെ നടക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ആ ബലി എനിക്ക് എങ്ങനെ യോഗ്യമാകും? 2000 വർഷം മുമ്പ് കർത്താവ് ചെയ്തു വെച്ച കാര്യം. ഇപ്പൊ ജെയിൻ എന്ന് പറയുന്ന വ്യക്തി 2000 വർഷം മുമ്പ് ചെയ്ത പാപമാണെങ്കിൽ ആ ബലിയിൽ തന്നെ എല്ലാം തീരും. പക്ഷെ ജെയിൻ ഇപ്പോഴല്ലേ പാപം ചെയ്തേ? ഇപ്പൊ ചെയ്ത പാപം 2000 വർഷം മുമ്പ് ചെയ്ത ബലിയുമായി എങ്ങനെ യോജിക്കുമെന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അതിനു വേണ്ടിയിട്ടാണ് യേശു അത് പറഞ്ഞത്, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, കാൽവരിയിൽ അന്ന് നടന്ന ബലി, ആ ക്രൂശിതനായ ക്രിസ്തുവിന്റെ രക്തം, ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യപ്പെടണം. ഏതാണ് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളത്? രക്തമാണോ ശരീരമാണോ? രണ്ടും ആണെന്നാണല്ലോ നമ്മുടെ. പക്ഷെ ഇവിടെ അച്ഛന്മാര് നമുക്ക് ആകെ ശരീരം മാത്രമാണ് തരുള്ളൂ. ശരീരം മാത്രമേ തരുന്നുള്ളൂ. ഇവിടെ ഉള്ളൊരു വലിയ ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ, യേശു ക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ യേശു പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ശരീരം നിത്യജീവനും രക്തം പാപമോചനത്തിനുമാണ്. രണ്ടും രണ്ട് പർപ്പസ് ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നിത്യജീവൻ. ബാംഗ്ലൂർത്തെ ചർച്ചില് മീൻസ് ശരീരവും രക്തവും ഒരുമിച്ച് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, അതങ്ങനെ തന്നെ വേണം. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളിപ്പം ഇപ്പൊ ജൈനന്റെ അടുത്ത് തുടക്കം പറഞ്ഞ എന്താ, വിശുദ്ധ കുർബാനയിലെ ഓരോ വാക്കുകളും എനിക്ക് നന്നായിട്ട് അറിയാം, കാണാതെ അറിയാം. അപ്പൊ സ്ഥാപിത വചനങ്ങൾ എന്താ ചൊല്ലുന്നതെന്ന് അറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ഥാപിത വചനങ്ങള് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ ശരീരമാകുന്നു. എനിക്ക് അവിടെ പെട്ടെന്ന് ചോദിച്ചപ്പോ വരുന്നില്ല. ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോഴും ഇത് ശരീരമാകുന്നു എന്ന് പറയുമ്പോഴും രണ്ടും പാപപരിഹാരത്തിനെന്നാ പറയുന്നത്. അതെ, ശരിക്കും രണ്ടും പാപപരിഹാരത്തിനാണെന്നല്ലോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരീരം നിത്യജീവനും രക്തം പാപമോചനത്തിനാണെന്നല്ലേ. ഓക്കെ, അപ്പൊ യേശു സ്ഥാപിച്ചത് അങ്ങനെ തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ ആശയപരമായി ഈ പറയുന്നതിൽ തെറ്റില്ല. കാരണം യേശുവിന്റെ ശരീരം വിഭജിക്കപ്പെട്ടപ്പോഴാണ് എനിക്ക് നിത്യജീവൻ വന്നത്, എന്റെ പാപം പരിഹാരമായത്. കാൽവരിയിലെ ക്രൂശാണ്. ഇതിപ്പം സ്ഥാപിതവചനം വായിക്കുകയാണ്, അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്നും പാനം ചെയ്യുകയും, ഇത് പാപമോചനത്തിനായി അനേകർക്ക് ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എന്റെ രക്തമാണ്. അപ്പൊ ശരീരം മുറിച്ചു കൊടുത്തു
രക്തം കൊടുത്തിട്ട് അത് പാപമോചനത്തിനാന്ന് പറഞ്ഞു. ഇതാണ് മത്തായി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മർക്കോസ് എടുക്കുകയാണ്. മർക്കോസ് 14 നമ്മൾ കാണുന്നത്, അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത്, ഇത് സ്വീകരിക്കുകയും ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തം. അപ്പൊ അവിടെയും രക്തം ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നു, ശരീരം മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ലൂക്ക 22, ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവരാജ്യത്തിൽ പൂർത്തിയാകുന്നവരെ ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്നും ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്ത് അരുളി ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിന്റെ പുതിയ ഉടമ്പടിയാണ്. ഇപ്പൊ ഇനിയുള്ളത് കൊരിന്ത്യർ ലേഖനമാണ്. 1 കൊരിന്ത്യർ 11. 1 കൊരിന്ത്യർ 11:23 മുതൽ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങളെ ബലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കിടക്കാനിരിക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഇനി വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം. ഇവിടെ ഒന്നും ശരീരം പാപമോചനത്തിന് എന്ന് പറഞ്ഞിട്ടില്ല. മത്തായി സുവിശേഷം രക്തം പാപമോചനത്തിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. 6-ാം അധ്യായത്തില് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ ഞാൻ അവനിലും വസിക്കും. 6:48 മുതൽ വായിച്ചാൽ, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവർ എന്നേക്കും ജീവിക്കും. ലോകത്തിന് നിത്യജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. അപ്പൊ ശരീരം നിത്യജീവന് വേണ്ടിയിട്ടാണ്. വീണ്ടും നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. അപ്പോ ഇവിടെ നമ്മളെല്ലാം കൂടി എടുത്താൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 1 കൊരിന്ത്യർ, 5 അപ്പസ്തോലന്മാരുടെ പ്രബോധനം ഒരുമിച്ചെടുത്താൽ പോലും നമുക്കവിടെ ശരീരം പാപമോചനത്തിന് എന്നൊരു വാക്ക് നമുക്ക് കാണുന്നില്ല. ആശയമുണ്ട്. കാൽവരിയിൽ ക്രൂശിതനായ യേശുവിന്റെ ശരീരം വിഭജിക്കപ്പെട്ടപ്പോഴാണ്, കീറിമുറിക്കപ്പെട്ടപ്പോഴാണ് എന്റെ പാപങ്ങൾ പോക്കിയത്. അപ്പൊ ശരീരം എന്റെ പാപമോചനമാണ് നടത്തുന്നത്. പക്ഷേ വചനം പറയുമ്പോൾ രക്തമാണ് പാപമോചനവും ശരീരം നിത്യജീവനും എന്നാണ്. വേറെ എക്സ്പ്ലനേഷൻ ഉണ്ട് ഇപ്പുറത്ത്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയണ്ടേ? അതെ. പക്ഷെ എന്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപമോചനത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പാപമോചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവൻ കിട്ടും. അത് കുർബാനയിലൂടെ സംഭവിക്കുന്നു. ആ ഒരു ഇതാണ് ഇത് വലിയൊരു അബദ്ധ സിദ്ധാന്തം. ഒന്നാമത്തെ പ്രശ്നം എന്താണ് വിശുദ്ധ കുർബാന എന്നുള്ള ഒരൊറ്റ ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല എന്നുള്ളത് സത്യം. ഇത് പഠിപ്പിക്കുന്നില്ലല്ലോ. നമ്മൾ ചെരുപ്പം തൊട്ട് പോകുന്നു. ഞാൻ ഒരിക്കലും നമ്മളുടെ എന്തെങ്കിലും ഒരു ശുശ്രൂഷ കൊണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട്, ഒരു പുരോഹിതൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എന്റെ പാപം മോചിക്കില്ല. എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ബ്രദർ അറിയോ? എന്റെ ചെറുപ്പത്തിൽ കാറ്റഗറിസം ക്ലാസ്സിൽ എപ്പോഴൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോ നിങ്ങളുടെ പാപങ്ങളൊക്കെ മനസ്സിലോർത്ത് എല്ലാം. ശരിയാണ്. അതൊന്നും തെറ്റല്ല. എന്നിട്ട് നിങ്ങൾ സമർപ്പിക്കണം ആദ്യം കുർബാനയ്ക്ക് മുമ്പ് ബലിപീഠത്തിലേക്ക് പാപങ്ങളൊക്കെ. അതും തെറ്റല്ല, അതും ശരിയാണ്. അതിനുശേഷം കാഴ്ചപ്പിന്റെ സമയത്ത് നമ്മുടെ ഒരു മാലാഖ അത് പാപങ്ങൾ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കും. ശരിക്കും കുർബാന എന്ന വാക്കും സമർപ്പണം എന്നൊരു വാക്കും അതിന് ഉപയോഗിക്കുന്നതിന് ഏക കാരണം അതാണ്. എന്റെ പാപങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ പാപങ്ങൾ യേശുക്രിസ്തു എഴുന്നള്ളി വരുന്ന ജീവനുള്ള അപ്പമായി, ജീവനുള്ള രക്തമായി എഴുന്നള്ളി വരുന്ന ആ വിശുദ്ധ കുർബാനയിൽ തന്നെയാണ് എന്റെ പാപങ്ങൾ ഏറ്റുപറയേണ്ടത്. എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ എന്റെ പാപങ്ങളെ കഴുകണം. എനിക്ക് സമർപ്പിക്കാനുള്ള എന്റെ ബലി എന്ന് പറയുന്നത് എന്റെ പാപം തന്നെയാണ്. എന്റെ സ്തുതിപ്പിന്റെ ബലികളും എന്റെ അധരത്തിന്റെ ബലികളും എന്റെ പാപത്തിന്റെ കറകളും ഇത് തന്നെയാണ് ദൈവസന്നിധിയിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത്. ഇനി പാപം ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞയും. ഇതാണ് കുർബാനയിൽ ചെയ്യേണ്ടത്. അത് തെറ്റല്ല, അത് ശരി തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഞാൻ ആ അർപ്പിച്ച എന്റെ പാപങ്ങൾ, ഞാൻ പറഞ്ഞ പാപങ്ങളും ഇതെല്ലാം അവിടെ പുരോഹിതൻ ധൂപക്കുറ്റി വീശിയോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ എന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? മനസ്സിലായി. അതായത് ഒരു പൂജാരി ഒരു കർമ്മം ചെയ്യുന്നു, ഒരു പുരോഹിതൻ ഒരു കുർബാന കർമ്മം ചെയ്യുന്നു.
ഇതാണ് പാപമോചനം എന്ന് നമ്മൾ ചിന്തിച്ച ഭയങ്കര അബദ്ധ സിദ്ധാന്തമാണ്. അതല്ല ഒരിക്കലും. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അത് എന്റെ നിത്യജീവന് വേണ്ടിയിട്ട് യേശുവിന്റെ ശരീരം നമ്മളൊന്നും ചെയ്യുന്നില്ലെന്ന്. എന്റെ പ്രവൃത്തി കൊണ്ട് ഒന്നും നടക്കൂല. പൗലോസ് അപ്പോസ്തലന്റെ മുഴുവൻ തിയോളജിയും അപ്പസ്തോലന്മാർ മുഴുവൻ, പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് പറഞ്ഞ നിന്റെ ഒന്നും ബലിയൊന്നും വേറൊരു കാര്യമില്ലടാന്ന് പറഞ്ഞിട്ടേ സെന്നത്തിങ് സംഘത്തിന്റെ അടുത്ത് ഒച്ചത്തിൽ പറയുന്നത്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് ഒരൊറ്റ നാമമുള്ളൂ, യേശുവിന്റെ നാമം. അല്ലാതെ നീ ഇവിടെ കാളേനർപ്പിച്ചോ പോത്തിനർപ്പിച്ചോ കാടിനർപ്പിച്ചോ ഊനമറ്റതർപ്പിച്ചോ ഇതൊന്നും ഒരു കാര്യമില്ല എന്നാണ് പത്രോസ് അവിടെ പ്രസംഗിക്കുന്നത്. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം തന്നെ അതാണ്. അപ്പൊ ഇത്രയും ശക്തമായിട്ട് അപ്പസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും ഒരുവന് രക്ഷ പ്രാപിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് എന്നൊരു ചിന്ത. ഇപ്പം ഇങ്ങനെ ഒരു കോട്ടുണ്ട്, അത് ആരാ പറഞ്ഞതെന്ന് ഞാൻ മറന്നുപോയി. അതായത് ഒരു പുരോഹിതനെ ഒരു മാലാഖനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആരെ വണങ്ങും? പുരോഹിതനെ വണങ്ങണമെന്നല്ലേ? മാലാഖനെ വണങ്ങണ്ടെന്നാണ് എന്റെ ഇതില്. പുരോഹിതനെ വണങ്ങണമെന്നാ? അതെനിക്കറിയില്ല, അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ അനാവശ്യമായിട്ട് തന്നിരിക്കുന്ന ഒരു സാധനമാണെന്ന്. ഒരു പുരോഹിതനെ ഒരു മാലാഖനെ കണ്ട ആളായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനാണ് കൂടുതൽ കൊടുക്കേണ്ടത്, മാലാഖനെ നമ്മൾ. ശരിക്കും പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ മിഥ്യാധാരണ പുരോഹിതൻ ബലിയർപ്പിക്കുകയും നമ്മളൊക്കെ കാഴ്ചക്കാരും. അത് ഏറ്റവും വലിയ തെറ്റാ. അത് നമ്മളെല്ലാവരും പുരോഹിതന്മാരാകുന്നു എന്നുള്ള മറ്റേ ബ്രദറിന്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക്. ശുശ്രൂഷ പൗരോഹിത്യം മാത്രമേ ആ വ്യക്തിക്കുള്ളൂ. അതായത് നമുക്ക് 100 പേർക്ക് വേണ്ടി ഒരാൾ ട്രെയിൻ ഓടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരാൾ ബസ് ഓടിക്കുന്ന പോലെ, ഒരാൾ കാർ ഓടിക്കുന്ന പോലെ, ഇത്രേ ഉള്ളൂ. അത് കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ സംശയങ്ങൾ വന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇതിലൊരു വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ നമ്മൾ നമ്മൾ ആ ക്ലാസ് എടുത്തതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ഈ സംശയം ഉണ്ടാകണം ഹൃദയത്തിൽ, ജനത്തിന്റെ ഹൃദയത്തിൽ. അപ്പൊ നമ്മൾ പൗരോഹിത്യം ഇല്ല എന്നല്ല നമ്മൾ പഠിപ്പിക്കണ്ടേ. എന്താണ് പൗരോഹിത്യം എന്ന് പഠിപ്പിച്ച് ഈ പ്രശ്നം തീർന്നോടെ. ഇത്രയുള്ള പൗരോഹിത്യം, അതിനകത്ത് വേറെ സംഭവമൊന്നുമില്ല. ഇവരുടെ വേഷവിധാനങ്ങളാകട്ടെ ഇവരുടെ കർമ്മങ്ങളാകട്ടെ ഇതൊന്നൊന്നുമല്ല. ഇതൊക്കെ കാലാകാലങ്ങളിൽ വന്നു ചേർന്ന കുറെ അനാചാരങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ നിത്യപൗരോഹിത്യം എല്ലാവർക്കും ഉള്ളതാണ്. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട മാമോദീസ സ്വീകരിച്ച 2-ാം വത്തിക്കാൻ സുനോസ് വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മായ പൗരോഹിത്യം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെയുണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഡിസ്കഷന് വെച്ച വലിയൊരു വിഷയമായിരുന്നു അത്. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി, 2-ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുരോഹിതർ സമരം ചെയ്തു. കാരണം പുരോഹിതർക്കുള്ള പദവി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. 2-ാം വത്തിക്കാൻ സുനോസ് ചെയ്തു വൻ ചതിയാന്ന് പറഞ്ഞിട്ട്. കാരണം ആത്മായ പൗരോഹിത്യം എന്ന് പറയുകയും ആത്മായരുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയും ചെയ്തുകൊണ്ട് കൗൺസിൽ വലിയ ചർച്ചകളുണ്ടായി. ആ ചർച്ചകളുടെ തദനന്തരം വന്ന പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും തിയോളജിക്കലി ദൈവശാസ്ത്രപരമായി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റാണെന്ന് മനസ്സിലാവുകയും അതിന്റെ നിലപാടുകൾ സഭ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ 1% വരുന്ന പുരോഹിതരെല്ലാവരും പോയി ഒച്ചപ്പാടും പോലെ ഉണ്ടാക്കി. അതും പറ്റത്തൊന്നുമില്ല പറഞ്ഞു. ഞങ്ങൾക്ക് പ്രത്യേക സ്ഥാനം കിട്ടണമെന്ന് പറഞ്ഞു. നമ്മൾക്ക് സംബന്ധിച്ച് ആ വക നോട്ട്സ് ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ലല്ലോ. ഞാനിപ്പോ ഈ അടുത്താണ് മറ്റേ ഡിഡാക്ക പുസ്തകത്തിന്, അതൊരു ചെറിയ പുസ്തകമാണ്, ഞാനത് ഇപ്പോഴാണ്. യഥാർത്ഥത്തിൽ ഡിഡാക്ക ചെറിയ പുസ്തകം അല്ല. പക്ഷെ അത്ര കിട്ടിയുള്ളൂ കേട്ടോ. കിട്ടുള്ളൂ. PDF നിങ്ങൾക്ക് കിട്ടുന്ന അത്രേ ഉള്ളൂ. ഞാൻ കുറെ തപ്പി ഓൺലൈനിൽ കിട്ടുന്നത് നിങ്ങൾക്ക് അത്രേ കിട്ടത്തുള്ളൂ. ഡിഡാക്ക ഒരിക്കലും ചെറിയ പുസ്തകമല്ല. അല്ല, ഞാൻ ചിന്തിച്ചു ഇത്ര ചെറുതിലാണോ അപ്പോസ്തലൻ ഇതെല്ലാം പറഞ്ഞു വെച്ചതെന്നുള്ളത്. നമുക്ക് ഇവിടെ ഡിഡാക്കയുടെ ആ മെയിൻ പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നത്. പല പുസ്തകങ്ങളും നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റ്. ഈവൻ ബൈബിൾ പോലും നമുക്ക് കിട്ടില്ലായിരുന്നല്ലോ. ബൈബിളൊക്കെ കിട്ടിയത് ദൈവത്തിന്റെ കൃപയാൽ കിട്ടിയതല്ലേ. അപ്പൊ അതുപോലെ പലതും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നത്, മറക്കപ്പെട്ട് തന്നെ കിടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് പലർക്കും കിട്ടുന്നില്ല എന്നുള്ള സത്യം. ഇത് ഇവിടുന്ന് കിട്ടുക, നമുക്ക് പോയി റീഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റാൻ വല്ല സാഹചര്യം ഉണ്ടോ? വാങ്ങി ഉപയോഗിക്കാൻ ലൈബ്രറികളിലൊക്കെ റിസർച്ച് സെന്ററുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. പല റിസർച്ച് സെന്ററുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് ഈ സാധനമൊക്കെ. പക്ഷെ പലതിന്റെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡിഡാക്കെ അല്ലെങ്കിൽ പല തിയോളജിക്കൽ ബുക്കുകൾ ഞാൻ പോകുന്ന ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ലാറ്റിൻ ഇതാണ് ഇരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഇംഗ്ലീഷാണെന്ന് വിചാരിക്കും, വായിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലാവാതെ വരുമ്പോൾ മനസ്സിലായാണ് ഇത് ലാറ്റിൻ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കുറെ പുസ്തകങ്ങളുണ്ട്. ട്രാൻസ്ലേറ്റർ വെച്ച് ചെയ്യണം. ട്രാൻസ്ലേറ്റർ ഒന്നും ചിലപ്പോൾ പെർഫെക്റ്റ് ആണെന്ന് നിർബന്ധമില്ലല്ലോ. ആ മീനിങ് കറക്റ്റ് ആവില്ല, അതാണ് ഭയങ്കര ഒരു പാടാണ്. എനിക്കൊരു ചെറിയൊരു ഷീറ്റ് കിട്ടി, പക്ഷെ അത് ലാറ്റിൻ ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ അത് മീനിങ് ഒന്നും ശരിയായി വന്നില്ല. ആവില്ല. അപ്പൊ അതാണ് പ്രശ്നം. നേരെ ഓപ്പോസിറ്റ് മീനിങ് ഒക്കെ ആയിരിക്കും വന്നു കിടന്നത്. ഇത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, തർജ്ജമയിലേക്ക് കൊടുക്കാത്തത് പല കാര്യങ്ങളും. കാരണം തർജ്ജമ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ അഭ്യാസം നടക്കൂല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും എനിക്ക് വേണ്ടി ഒരു പാപപരിഹാര കർമ്മം ഒരു പുരോഹിതനും നടത്താൻ പറ്റില്ല ഇനി. കാരണം അത് യേശു നടത്തി കഴിഞ്ഞു.
ഇനി ഒരു പുരോഹിതനും എനിക്ക് വേണ്ടി പാപപരിഹാര കർമ്മം നടത്തുന്ന ഒരാളില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. യേശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവൻ ഈ ബലി അർപ്പിക്കുമ്പോൾ തലമുറകളെ കൂടെ കണ്ടു. വരാനിരിക്കുന്ന സകല തലമുറ, ഇന്ന് ഈ 2025 ജീവിക്കുന്ന ജൈനയും ഡെസ്റ്റിനെയൊക്കെ കണ്ടു കർത്താവ്. അങ്ങനെ കണ്ടതുകൊണ്ട് ആ ബലി എനിക്കും കൂടി യോഗ്യമാകാൻ, എൻ്റെ ഹൃദയ ഫലകങ്ങളിലേക്കും അത് തളിക്കപ്പെടുവാൻ, എൻ്റെ ശരീരത്തിന് നിത്യജീവനുണ്ടാകുവാൻ ഇന്നും വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നു. അത് ഏതെങ്കിലും ഒരു പുരോഹിതൻ എന്തെങ്കിലും മന്ത്രം ചെല്ലുമ്പോഴോ കൈയിട്ട് കാണിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പവർ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടോ ഒന്നുമല്ല. അതാ പറഞ്ഞു, പ്രവൃത്തിയിൽ അധിഷ്ഠിതമല്ല രക്ഷ എന്ന് പറയുമ്പോൾ നിന്റെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, ഒരു പുരോഹിതന്റെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല. അത് സൗജന്യമാണ്. രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്, ദാനമാണ്. ദാനമാണെങ്കിൽ അത് പ്രവൃത്തിയിൽ അധിഷ്ഠിതമാകത്തില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക. അപ്പോൾ ഒരു ചോദ്യപ്പുറത്ത് തിരിച്ചു ചോദിക്കും, അപ്പോൾ പ്രവൃത്തിയിൽ അധിഷ്ഠിതമല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ കുർബാന ഒരു പ്രവൃത്തിയല്ലേ? ഇപ്പോഴത്തെ ഒരു ചോദ്യം വരിക, കുർബാന ഒരു പ്രവൃത്തിയാണല്ലോ. ഇപ്പം ജയിനോട് ഡോക്ടർ പറയാണ് സാച്ചുറേഷൻ ഇത്തിരി കുറവാണ് താങ്കൾക്ക്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം, ചിലപ്പോൾ ഓക്സിജൻ കൊടുക്കേണ്ടി വരും, ഓക്സിജൻ സെപ്പറേറ്റ് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും എന്ന് ഡോക്ടർ പറയാണ്. ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രോഗിക്ക് ഇങ്ങനെ ഒരു സംഭവം പറയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേറെ വഴിയില്ല, സാച്ചുറേഷൻ കുറയുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു ഓക്സിജൻ സപ്പോർട്ട് എന്തായാലും കൊടുത്തേ പറ്റൂ. ഓക്സിജൻ ഇവിടെ കിട്ടാഞ്ഞിട്ടാണോ? അല്ല, പക്ഷെ രോഗിയെ സംബന്ധിച്ച് അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ കൃത്രിമമായി അത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഇതാണ് അവിടെ ചെയ്യുന്ന ഒരു പ്രക്രിയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ മനസ്സിലാക്കാൻ വേണ്ടി. എന്നാൽ മനുഷ്യരെല്ലാവരും ഞാൻ അറിഞ്ഞിട്ടാണോ ഞാൻ ശ്വസിക്കുന്നത്? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര സമയമായി. ഈ സമയത്ത് ഈ പറയുന്ന 10-20 മിനിറ്റ് നമ്മൾ സംസാരിച്ചപ്പോൾ എപ്പോഴെങ്കിലും ശ്വസിച്ചത് ജയിന് ഓർമ്മയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ശ്വാസം എടുത്തത് എന്തെങ്കിലും റിസ്ക് എടുത്തിട്ടാണോ? അല്ല അല്ല അല്ല. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ? അല്ല. ഒന്നും ചെയ്തില്ല, അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. ഇനി ഞാനത് ശ്വാസം എടുക്കണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, കഴുത്തിലൊരു കയറിട്ട് കുരുക്കി ഒരു ഫാനുമേ തൂക്കി വലിച്ചു മുറുക്കി കഴിഞ്ഞെന്ന് സംഭവിക്കും? എനിക്ക് ശ്വാസം വേണ്ട, നമ്മളില്ലാതെ മീൻസ് മരിച്ചു പോകും, ഉറപ്പാണ്. അപ്പൊ ഇത് തന്നെയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. യേശുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്ന പ്രക്രിയ. നിന്റെ ഫെയ്ത്ത്, വിശ്വാസം, ആ വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. 2000 വർഷം മുമ്പ് നടന്ന ആ കാൽവരിയിലെ ക്രൂശിലെ അതേ ശരീര രക്തങ്ങൾ എനിക്ക് വേണ്ടി കടന്നു വരുന്നു. അതായത് ഞാൻ എന്തെങ്കിലും മസൽ പിടിച്ചിട്ടോ ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടോ ശ്വാസം എടുക്കുന്ന പോലെ ഞാൻ അറിയുന്ന പോലുമില്ല. അത് കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് വീശുന്നു, മനുഷ്യനറിയേണ്ട കാര്യമില്ല. അത് കാറ്റ് ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. കർത്താവ് കൃത്യമായിട്ട് ആ ഉദാഹരണം പറഞ്ഞേ. കാറ്റ് എവിടെ നിന്ന് വരുന്നു നീ അറിയുന്നില്ല, എവിടേക്ക് പോകുന്നു നീ അറിയത്തില്ല. ഇതുപോലെ ശ്വാസം എങ്ങനെ വരുന്നു നീ അറിയുന്നില്ല, എങ്ങനെ പോകുന്നു നീ അറിയുന്നില്ല. പക്ഷെ ശ്വാസം അല്ലെങ്കിൽ നീ മരിക്കും, ഉറപ്പാണ്. യേശുവിന്റെ ശരീരരക്തങ്ങൾ നിത്യജീവൻ ആവശ്യമാണ് എന്ന് കർത്താവ് വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ 53:10 കൃത്യമായിട്ട് പറഞ്ഞു, അത് വരാനിരിക്കുന്ന തലമുറയെ കണ്ടു. ഇന്ന് ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോ ജനവും ചെയ്യുന്ന പാപത്തിന്റെ പരിഹാരം ക്രിസ്തു കാൽവരിയിൽ അന്നേ അർപ്പിച്ചു. പക്ഷെ അതിന്റെ ഫലം ഇന്നും ഞാൻ അനുഭവിക്കുന്നതിന് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ സ്ഥാപിത വചനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മളവിടെ കുർബാനയ്ക്ക് ചെല്ലുമ്പം അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, 1 കൊരിന്ത്യർ 11 ആത്മശോധന, ശരീരവിശുദ്ധി, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ആത്മശോധന ചെയ്യാതെ പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പാപങ്ങൾ ഓർക്കും, ദൈവസന്നിധിയിൽ പാപങ്ങൾ സമർപ്പിക്കും. കർത്താവെ പൊറുക്കണമേ കനിയണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ ഏറ്റുപറയും. ബലിയർപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ ബലിവസ്തുവോടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? സഹോദരനോട് പോയി രമ്യതപ്പെടണം. അപ്പൊ ഇതിങ്ങനെ അനേക വചനങ്ങളിൽ കിടക്കുന്ന ആ ആശയമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങൾ സമർപ്പിക്കുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നീ പാപം സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു പ്ലേറ്റിൽ പൊതിഞ്ഞു വെക്കുമ്പോൾ മാലാഖ വന്ന് എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയും. നമുക്ക് അന്ന് മനസ്സിലാകാൻ വേണ്ടി ചെറുപ്പത്തിൽ പറഞ്ഞു, അന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്നു, അത്രേ ഉള്ളത്. അല്ലാതെ വേറൊരു ഇതില്ല. പക്ഷെ അതിന്റെ അർത്ഥതലം ഇത് തന്നെയാണെന്ന്. അപ്പോ എന്റെ പാപങ്ങൾ എന്റെ ശരീരശോധന, ആത്മശോധന, ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഞാനൊന്ന് ശോധന ചെയ്ത് ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ച് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയോടുകൂടെ, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്, വിശുദ്ധിയോടുകൂടെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് വിശുദ്ധിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു.
ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന്. ഞാൻ ശ്വാസം സ്വീകരിക്കുന്നത് പോലെ കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് വീശുന്നത് പോലെ ദൈവം ചെയ്യുന്നു. അല്ലാതെ ഞാനായിട്ട് ഇവിടെ ഇപ്പൊ ഒരു പൂജാരി ചെയ്യുന്നത് പോലെ കുറെ പൂക്കളെടുത്തെറിഞ്ഞു, ഒരു മണി എടുത്തടിച്ചു, ആവാഹിച്ച് യേശുവിന്റെ ശരീരത്തെ രക്തത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെയല്ല. അത് ശരിക്കും പെന്തക്കോസ്ത് തെറ്റിദ്ധാരണയാണത്. അതായത് പുരോഹിതൻ ആവാഹിച്ച് സ്വർഗത്തിൽ നിന്ന് യേശുവിന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്നു. ഒരു പുരോഹിതനും ഒരു അപ്പത്തെയും വീഞ്ഞിനെയും ആവാഹിച്ചു കൊണ്ടുവരുന്നില്ല, ശരീരവും രക്തമാക്കി മാറ്റുന്നില്ല. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ വിശ്വാസമാണ്. ഇത് തന്നെയാണ് ആദ്യ നൂറ്റാണ്ടുകളിലെല്ലാം അപ്പസ്തോലന്മാർ വിശ്വസിച്ചിരുന്നത്. ഇത് തന്നെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്. ശരീരവും രക്തവും തന്നെയാകുന്നു എന്ന് തന്നെ പറയുന്നത്. പിന്നെ ഇവിടെ എപ്പോഴും എടുത്തു വയ്ക്കുന്ന വാദം ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 6:61 പറയുന്നുണ്ട്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ വചനം എടുത്തിട്ടാണ് ഇവിടുത്തെ വലിയൊരു വ്യാഖ്യാനം നടക്കുന്നത്. ഒരു വ്യാഖ്യാന ഫാക്ടറി, പെന്തക്കോസ്ത് വ്യാഖ്യാന ഫാക്ടറിയിൽ നടക്കുന്നത്. അന്ന് എല്ലാവരും അല്ലട്ടോ, കുറച്ച് ഒരു പറ്റം ആളുകളാണ്. എല്ലാവരും ആ ഒരു ആശയം പറയുന്നില്ല. അപ്പൊ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞ ആ വാക്യം, അത് യേശുവിന്റെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ, അതായത് എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് അതിന് തദനന്തരമാണല്ലോ പറയുന്ന ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്ന്. അപ്പൊ ആ വാക്യം യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ അവന് കാൽവരിയിലെ ക്രൂശ് ഇവന് യോഗ്യമാണോ എങ്ങനെ? കാരണം ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്ന് യേശു തന്നെ യേശുവിന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞേക്കാം. ആത്മാവും ജീവനുമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ശരീരത്തിലേറ്റ പീഡ എങ്ങനെ ഇവന് രക്ഷയായി മാറും? ശരീരത്തിലേറ്റ കഷ്ടം എങ്ങനെ ഇവന് രക്ഷയായിട്ട് മാറും? ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്നാൽ കാൽവരി ക്രൂശ് എനിക്കൊന്നും ഉപകരിച്ചിട്ടില്ല എന്ന് ഇവൻ പറയണം. അത് പറയില്ലല്ലോ അവര്. അപ്പൊ അവനവനിസം അതിനകത്ത് വരും. അവനവൻ ഇഷ്ടമുള്ള കാര്യം വരുമ്പോ ആ വചനത്തെ എടുത്ത് വ്യാഖ്യാനിച്ച് ഇപ്പുറത്തേക്ക് വെക്കും. എന്റെ തിയോളജി വിജയിക്കാൻ ആ വചനത്തെ ഇപ്പുറത്തേക്ക് എന്റെ സൈഡിലേക്ക് വളയ്ക്കും. അങ്ങനെ വളയ്ക്കുമ്പോൾ മറു ചോദ്യമുണ്ട്, ക്രോസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടണം. ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരം നിനക്ക് എന്തെങ്കിലും ഉപകരിച്ചോ എന്ന് ഈ പറയുന്ന വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവില്ല. അല്ലെങ്കിൽ ഉത്തരം തരണം നമുക്ക്. ശരീരം ഒന്നിനും ഉപകരിച്ചില്ല എന്ന് യേശു പറഞ്ഞത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണെങ്കിൽ യേശുവിന്റെ കാൽവരി ക്രൂശ് നിനക്ക് എന്ത് യോഗ്യത തന്നത്? ഇല്ലല്ലോ. കാരണം യേശു മരിക്കുന്നതിന് മുമ്പല്ലേ പറഞ്ഞത്. പരസ്യ ജീവിതകാലത്താണ് യേശു പറഞ്ഞ ശരീരം ഒന്നിനും ഉപകരിക്കില്ലെന്ന്. അപ്പൊ പിന്നെ കാൽവരിയിലെ ക്രൂശ് ഒന്നിനും ഉപകരിച്ചില്ല എന്നല്ലേ പറയുന്നേ. അപ്പൊ ഇത് പറയാൻ അവർ തയ്യാറാവണം. അവര് തയ്യാറാവില്ല. കാരണം ക്രൂശില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഇവിടെയാണ് വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠത എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണേ. പക്ഷെ അതൊരിക്കലും ഇന്ന് ഒരു കത്തോലിക്ക പുരോഹിതൻ പറയുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞു കുർബാനയിൽ ഒരുപാട് അബദ്ധ വാക്കുകൾ അതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ പല അബദ്ധ വാക്കുകൾ അതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മളിപ്പോ അപ്പവും വീഞ്ഞും വാഴ്ത്തുമ്പോ ഈ നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള എങ്ങനെയാണ്, അപ്പം വീഞ്ഞും വാഴ്ത്തുന്നതിന് മുൻപായിട്ട് നമ്മള് പാപങ്ങള് കാസയിലേക്കും വിലാസയിലേക്കും നമ്മൾ സമർപ്പിക്കണം, അങ്ങനെയുള്ള അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തില് ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ എടുക്കണമെങ്കിൽ തുടക്കം ഉൽപ്പത്തി മുതൽ നമ്മൾ ചിന്തിച്ചു പോകണം. നമ്മൾ അതിനെ കുറിച്ച് ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ലിങ്ക് ഇട്ടുതരാം. അതായത് ഉൽപ്പത്തിയില് ശരിക്കും പറഞ്ഞാൽ തുടക്കം കായേനും ആബേലും ബലിയർപ്പിക്കുന്നത് മുതൽ വേണ്ട പോയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അതിന്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. കായേനും ആബേലിന്റെ ബലിയെ പറ്റിയുള്ള അവിടെ തുടങ്ങി ഇങ്ങോട്ട് താഴെ ആദം മുതലുണ്ട്. ആദാം ഹവ്വ പാപം ചെയ്ത് കഴിഞ്ഞപ്പം അവര് നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അവര് അത്തിയില കൂട്ടി തുന്നി. പക്ഷെ കർത്താവ് ഒരു തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി. എന്തായാലും കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കിയപ്പോ ഏതോ ഒരു മൃഗത്തിന്റെ തോലായിരിക്കും നമുക്ക് വിചാരിക്കാം, ചിന്തിക്കാം. പുതിയ നിയമത്തിന്റെ ബാക്കി എല്ലാ പ്രബോധനങ്ങളും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും മൃഗം തോല് ഉരിഞ്ഞുകൊണ്ട് പോക്കോളാൻ പറയില്ലല്ലോ. ഞാൻ തോലില്ലാതെ ജീവിച്ചോളാന്ന് പറയില്ല, അതിനെ കൊല്ലാതെ പറ്റത്തില്ല. അപ്പോൾ മൃഗത്തെ കൊന്നുകൊണ്ടായിരിക്കാം തോലെടുത്ത് അവൻ ഉടയാട ഉണ്ടാക്കിയത്. അതായത് ഒരു നിർദോഷിയായ പാപം ചെയ്യാത്ത ഏതോ ഒരു മൃഗത്തെ കൊന്ന്. അപ്പൊ അവിടെ തന്നെ നമ്മളോട് പറയുന്ന ഒരു പ്രബോധനമുണ്ട്. ആ പ്രബോധനം ഇതാണ്: നിന്റെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ്. നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കഴിവ് കൊണ്ടാണ്. അപ്പൊ അത്തിയില കൂട്ടി തുന്നി ഞാൻ ഉണ്ടാക്കിയ മറച്ച നഗ്നതയല്ല യഥാർത്ഥത്തിൽ എന്റെ പാപമോചനം. അത് ദൈവം ചെയ്തതാണ്. അതിന്റെ പ്രവൃത്തിയുടെ പിറകിൽ ദൈവം മാത്രമാണുള്ളത്. എന്നെ ഉടിപ്പിച്ചവൻ ദൈവമാണ്, എന്നെ നഗ്നത മറച്ചവൻ ദൈവമാണ്. ഇത് തന്നെ കായേന്റെ ആബേലിന്റെ ബലിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുവൻ പച്ചക്കറി സമർപ്പിക്കുന്നു, മറ്റൊരുവൻ ആടിനെ സമർപ്പിക്കുന്നു. അവിടെയും നിർദോഷിയായ ഒരു ആടാണ് അവിടെ പാപപരിഹാര ബലിയാകുന്നത്. ഇത് ഇങ്ങോട്ട് താഴോട്ട് എല്ലാ ബലികളിലും നമുക്ക് കാണാൻ പറ്റും. പെസഹ ബലിയില്,
പെസഹാടെ അവരെ വിടുവിക്കുന്ന കാര്യം, അതും കുഞ്ഞാടിനെ കൊല്ലണം, ഇത് തന്നെ വിശുദ്ധ കുർബാന, പഴയ നിയമ എല്ലാവരും ബലിയിലൊക്കെ നിഴലാണതെല്ലാം. ആ നിഴലിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തു ചെയ്തത്. അതെ. അവിടെ മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോഴും ആടുകളെ കൊന്ന് കൽപ്പലകളിലും ഈ നിയമത്തിന്റെ ഇതിന് ചുറ്റും നിയമത്തിലും ജനത്തിന്റെ മേലും തളിക്കപ്പെടുമ്പോൾ ഇവ തമ്മിൽ ബന്ധിക്കപ്പെടുന്നത്. മനസ്സിലായി. അതായത് ആ പാപപരിഹാരത്തിന്റെ ആടിന്റെ രക്തം ജനത്തിന്റെ മേൽ തളിക്കുമ്പോഴാണ് പരിഹാരം ചെയ്ത ആടും ഈ ജനവും തമ്മിലൊരു ബന്ധം വരുന്നത്, റിലേഷൻ വരുന്നത്. അതെ. ഇത് തന്നെ അത് കാൽവരിയിൽ മോശയെ 2000 വർഷം മുമ്പ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം എന്റെ മേൽ തളിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞു എന്റെ രക്തം ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ രക്തം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന അതേ കർത്താവ് തന്നെ രക്തം ഭക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രബോധനം കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പൊ ആ രക്തം ഭക്ഷിച്ചാലേ, കാരണം പഴയ നിയമത്തിലെ ഫലകങ്ങളിലാണ്, കൽപ്പലകളിലാണ് എഴുതിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയാം പുതിയ നിയമത്തിൽ കൽപ്പലകളിലല്ല ഞങ്ങളുടെ പ്രഘോഷണം വരെ നിങ്ങളുടെ ഹൃദയഫലങ്ങളിൽ എഴുതിയിരിക്കുന്നത്. മാറി അത്. അപ്പൊ ഹൃദയമാണ് രക്തത്തെ മുഴുവൻ പമ്പ് ചെയ്യുകയും ഇത് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എവിടെ വരണം? ആ രക്തം നിന്റെ ഹൃദയത്തിലേക്ക് തളിക്കപ്പെടണം, അല്ലെങ്കിൽ ഹൃദയത്തിൽ എത്തണം അത്. അതുകൊണ്ടാ നീ രക്തം ഭക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഉള്ളിലോട്ട് ചെല്ലണം അത്. അപ്പൊ ചോദിക്കും നീ വായക്കൂടെ ഭക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൃദയത്തിലേക്ക് എത്തും തന്നെ ഉറപ്പ്? മെഡിക്കൽ സയൻസിലുള്ള തെളിവ് കിട്ടോ? നമുക്കറിയില്ല, കർത്താവിനെ അറിയുള്ളൂ ഇതൊക്കെ. കർത്താവാണല്ലോ അത് പറഞ്ഞത്. ഇപ്പോഴും മെഡിക്കൽ സയൻസ് ശരീരത്തിലെ പല അവയവങ്ങളെ കുറിച്ചും ഒരു 30 വർഷം മുമ്പൊക്കെ ഉള്ള സ്റ്റഡി വെച്ച് കഴിഞ്ഞാൽ പല സംഭവങ്ങളും പ്രത്യേകിച്ച് യാതൊരു ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പാൻക്രിയാസ് ഗ്രന്ഥിയൊക്കെ പണ്ടൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതിനൊന്നും ഉപകാരമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ പല സാധനങ്ങളും പല കാര്യങ്ങളും, അതായത് മനുഷ്യന്റെ ബുദ്ധിയിലല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ്. അപ്പൊ നമുക്ക് തോന്നുമ്പോ ഇത് വലിയ ഉപകാരമൊന്നുമില്ല, പക്ഷെ ദൈവത്തിന് മനുഷ്യന്റെ ഓരോ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം ഉദ്ദേശമുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ എന്റെ അമ്മ പറയും കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മ നമ്മുടെ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലത്തെ ഇതാണ് അമ്മയുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത്രയും വേദന എടുത്ത് മരിച്ച കർത്താവ് അവിടെ അപ്പം മുറിക്കുമ്പോ മീൻസ് വിഭജിക്കുമ്പോഴുള്ള ശുശ്രൂഷയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ പറയും. അപ്പൊ എന്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഇറങ്ങിയതിന് ശേഷം അതുവരെ പറഞ്ഞിരുന്നില്ല. നമ്മളത് മനസ്സിലേക്ക് കൊണ്ടുവരണം, നമ്മളത് നോക്കണം. നമ്മള് അവിടെ അത്രയും വേദനിച്ചുകൊണ്ടാണ് കർത്താവ് അവിടെ കിടക്കുന്നത്, നമ്മുടെ പാപങ്ങൾ എടുത്തിട്ട്. അപ്പൊ നമ്മള് എന്നിട്ടാണ് ആ ശരീരം വിഭജിക്കുന്നത്. ആ ഒരു കാഴ്ചകള് അപ്പൊ എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ട് കുറെ കുർബാനയിലൊക്കെ. ബേസിക്കലി നമ്മുടെ കാത്തോലിക്കിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണോളജിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആയുധം. ഇമോഷൻ തന്നെയാണ്, അതന്നെയാണ് ഞാൻ ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമോഷൻ എന്ന് പറയുന്നത് അമ്മയാണ്. അവന്റെ അപ്പനേക്കാൾ ഇമോഷൻ ആയിരിക്കും അവന്റെ അമ്മയോട്. ചിലപ്പോ അമ്മയോട് വെറുപ്പാണെങ്കിൽ പോലും അവന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഇമോഷൻ ഉണ്ട് അമ്മയോട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആയുധം അത് തന്നെയാ, അമ്മേ. ഈ ഇമോഷൻ ഭയങ്കര ശക്താ. പണ്ട് ഒരു 13 വർഷം മുമ്പ് ഞാൻ അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോയി. 5 ദിവസത്തെ ധ്യാനം. 1, 2, 3, 4ാമത്തെ ദിവസം ഒരു ചങ്ങാതി വന്നു, പേര് ഞാൻ മറന്നുപോയി, ഇനി ഓർത്താലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം മാതാവിനെ കുറിച്ചാണ് മുഴുവൻ ക്ലാസ്സിലത്തെ. അതൊക്കെ ക്ലാസ് ബേസിക്കലി ചില കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു. അന്ന് നമുക്ക് വചനത്തിന്റെ കാര്യമായ ഇതിന്റെ ഇത്രയും ഗൗരവ ബുദ്ധിയൊന്നുമില്ല നമുക്ക്. പക്ഷെ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരു ആരാധനയുടെ ഇടയിൽ എല്ലാവരും ഒന്ന് അതരം തുറന്ന് വിളിച്ചേ, അമ്മേന്ന് വിളിച്ചേ. ഓ ആ അമ്മ നമുക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്ററി കൊടുത്ത്, സത്യം പറഞ്ഞ എനിക്ക് എന്ത് ഇറിറ്റേഷൻ ആയിരുന്നു അറിയാൻ വന്ന. 4 ദിവസം ക്രിസ്തുവിനെ കുറിച്ച് മുഴുവൻ പറഞ്ഞു വെച്ച്, യേശുവാണ് എന്റെ കാൽവരിയിൽ എനിക്ക് വേണ്ടി ക്രൂശനായെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് 5ാമത്തെ ദിവസം വന്നിട്ട്, 5ാമത്തെ ദിവസം 4ാമത്തെ ദിവസം വന്നിട്ട് ഇത് മുഴുവൻ അങ്ങനെയല്ല എന്നുള്ള രീതിയിലേക്ക് ആയി ഒറ്റ ദിവസം കൊണ്ട്. എല്ലാം ആ മീഡിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് ആ സംഭവത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ എന്തിനു ചെയ്യാ? അതും ഇമോഷനാണ് മുഴുവൻ. അതായത് അമ്മയെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ, അമ്മയെ മോശപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ആരമ്മയെ തള്ളുന്നേ, ആരമ്മയെ മോശപ്പെടുത്തി പറയുന്നേ? നീ കർത്താവിന്റെ അടുത്തിട്ട് നേരിട്ട് പോവാൻ പാടില്ല എന്നുള്ളൊരു ഇമോഷൻ അവിടെ ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ ആ ധ്യാനത്തിന്റെ 3 ദിവസത്തെ ചൈതന്യം അങ്ങോട്ട് ഇല്ലാതെയാക്കി 4ാമത്തെ ദിവസം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ടെന്ന്, ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, എല്ലായിടത്തും ഇതേപോലത്തെ കുറെ അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്.
ഇത് സഭയുടെ പഠനമല്ല. സഭ ഇത് പല കാര്യങ്ങളിലും കൃത്യമായ ഡെഫിനേഷൻ, നമുക്കിപ്പോ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. പക്ഷെ ആ നിർദ്ദേശം നമ്മളിൽ പോലും എത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തോന്നിയ പോലെ നടക്കും. അതാണ് നമ്മുടെ പ്രശ്നം. അധികാരികളിൽ മാത്രമാണ് അത് എത്തുന്നുള്ളൂ, നമ്മളിലേക്ക് എത്തി വരുന്നില്ല. അതാണ് എത്താൻ സമ്മതിക്കത്തില്ല അവര്. അല്ല, അത് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കും, നമുക്ക് കൂടുതൽ ഇത് വരും, അത് അവർക്ക് താല്പര്യമില്ല. അതാണ് സംഭവം. ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ പറയേണ്ടി വരും. അവിടെ എവിടെയും ഒറ്റയും തെറ്റിയിട്ട് ഓരോരുത്തർ പറയും. പിന്നെ ഇവിടുത്തെ പ്രശ്നം ഒരു ചോദ്യം ഇപ്പം ഇപ്പൊ ഈ പൗലോസ് അപ്പോസ്തലൻ പ്രവൃത്തി കൊണ്ടല്ല എന്നുള്ള സംഭവം പഠിപ്പിച്ചിരിക്കുന്ന കാര്യം നമ്മളൊരു അച്ഛനോട് ചോദിച്ചു, അപ്പൊ അച്ഛൻ അത് നിഷേധിക്കും. അപ്പൊ അച്ഛൻ ഇപ്പുറത്ത് പറയും, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു പുരോഹിതരുടെ ഒരു പുരോഹിതന്റെ കഴിവുകൊണ്ടല്ല വിശുദ്ധ കുർബാന ഇത് ചെയ്യുന്നത്, അത് ദൈവം ചെയ്യുന്നതാന്ന് പറയും. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് വേണമെന്നെ അപ്പുറത്ത് അച്ഛൻ പ്രസംഗിക്കുകയും ചെയ്യും. ഒരു മാലാഖനെയും പുരോഹിതനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പുതിയ നിയമത്തിലെ പൗരോഹിത്യം എന്താണ് എന്ന് പോലും ഇവിടുത്തെ ജനത്തിന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇവര് അനാവശ്യമായ ഒരു സ്ഥാനം കൊടുത്ത്, അതൊക്കെ നമ്മുടെ കുഴപ്പമാണ് ഒരു പരിധി വരെ. അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നമുക്ക് അറിയാവുന്നതിനുള്ള സാഹചര്യങ്ങളും കുറവാണല്ലോ. ബുക്സ് ആയാലും കാര്യങ്ങളായാലും കിട്ടാനുമില്ല. മീൻസ് അതിന്റെ പിന്നാലെ പോകാനായിട്ട്, ഇരുന്ന് ധ്യാനിക്കാനായിട്ട് ആരും മെനക്കെടുന്നില്ല. വചനം ധ്യാനിക്കാനായിട്ടും അല്ല, വചനം ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിലായിരിക്കണം, അല്ലാതെ വെച്ചാൽ ധ്യാനിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് എല്ലാവരും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഇപ്പൊ വിശുദ്ധ കുർബാന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് യഥാർത്ഥത്തില്. ആ ആരാധനയുടെ പവർ ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭ പ്രഘോഷിക്കുമ്പോൾ തന്നെ ആ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ബോധ്യമില്ലാതെ അതിൽ തന്നെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. ഞാൻ പറയുന്നത്, ഇവിടെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വേറെ ഏതെങ്കിലും ഒരു സഭയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, സഭയോ മിനിസ്ട്രിയോ പെന്തക്കോസ്തോ എന്തെങ്കിലും അതോറിറ്റീസ് ഏതിലേക്കെങ്കിലും ഇവർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരു പരിധി വരെ ഹെബ്രായ ലേഖനം 7, 8, 9, 10 വായിച്ചിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാം, കണ്ടോ അതേ പൗരോഹിത്യം ഇല്ല, കണ്ടോ ഇത് തീർന്നു, അതേ കണ്ടോ ഇനിയൊരു ബലിയില്ല, പിന്നെ എന്തോ ഈ എല്ലാ ദിവസവും ബലി അർപ്പിക്കുന്നത്. അപ്പൊ എന്താ ബലിയെന്ന് അറിയാൻ പാടില്ലാത്തവൻ പെട്ടെന്ന് അതിനകത്ത് വീഴും, ആ കുടുക്കി വീഴും. അപ്പൊ നേരെ അങ്ങോട്ട് പോകും. അതിന്റെ കാരണം കത്തോലിക്ക സഭ തന്നെയാണ് അതിന്റെ കാരണം. സഭയുടെ പ്രബോധനം തന്നെയാണ് അതിന്റെ പ്രശ്നം. ഒരാത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അപ്പുറത്ത് വചനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വയ്ക്കുന്നത്. വചനം മാത്രമാണ് പെന്തക്കോസ്ത് സഭ എപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷെ അതേ വചനം അല്ല, അതേ വചനം തന്നെ ഉപയോഗിക്കുന്ന ആള് പറയുന്ന വചനമാണ് ഞാൻ ഈ പറഞ്ഞ ശരീരം ഒന്നിനും ഭരിക്കില്ല എന്ന് പറയുന്നത്. അവിടെയും സാത്താൻ ഓരോ വ്യക്തികളിലൂടെയും അവന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു സൈഡിൽ അതിന്റെ പ്രാധാന്യത്തെ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും, മറ്റേ സൈഡിൽ അതിന്റെ പ്രാധാന്യത്തെ പ്രഘോഷിക്കുമ്പോൾ തന്നെ അത് എന്താണെന്നുള്ളത് പറയാതെ അതിനെ മറച്ചു വെക്കും. ഇത് മിക്ക കാര്യങ്ങളിലും പ്രബോധനപരമായിട്ടുള്ള ഒരു 90% വിഷയങ്ങളിലും ഇത് തന്നെയാണ് ഇന്ന് സാത്താൻ പ്രവർത്തിക്കുന്ന രീതി. അത് പകർന്നു കൊടുക്കുന്ന വഴികളില് മീൻസ് അത് എത്തുന്നില്ല. ഇവൻ അച്ഛന്മാരിലും അത് എത്തുന്നില്ല. അച്ഛന്മാർക്ക് അവർക്ക് അത് പഠിപ്പിക്കുന്നുമില്ല. മീൻസ് ഞാൻ അച്ഛന്മാരുടെ കണക്ഷനിലുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും, അതൊക്കെ എന്തിനാ, നമുക്കിവിടെ നമ്മുടെ തോമസ് അക്വീനാസിന്റെ ഇപ്പോഴും ഇതൊക്കെയാണല്ലോ അവർക്ക് ഇപ്പോഴും തുടങ്ങുന്നത് അവരുടെ തിയോളജിയിലൊക്കെ, മീൻസ് സെമിനാരി ലൈഫിൽ വരുമ്പോഴേ പറയും അതൊക്കെയാണ് ഇപ്പോഴും അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ. ഞാൻ പറയും, അപ്പൊ അതിന് മുൻപത്തെ നമുക്ക് എന്തുകൊണ്ടില്ല പഠിപ്പിക്കുന്നില്ല? അല്ല, അതില്ല, സിലബസ് ഇതാണ്, നമുക്കിതാണ് പഠിക്കേണ്ടതുള്ളൂ. അപ്പൊ അല്ല, അപ്പൊ അവരെ സംബന്ധിച്ച് ഇതാക്കി അങ്ങനെയുള്ളതൊന്നും അവര് പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് സംസാരിച്ചപ്പോ, 2 പേരോട് സംസാരിച്ചപ്പോ. അല്ല, അങ്ങനെ ഒരു തീഷ്ണത ഉള്ളവരില്ല എന്നല്ല, ഉണ്ടാകാം. പക്ഷെ അവർക്ക് ഒരിക്കലും പറയാനൊന്നും പറ്റില്ല. ഡൈക്ലീഷിന്റെ വാള അവരുടെ തലയുടെ മുകളിൽ കിടന്ന് ആടുക, പറഞ്ഞ പിറ്റേ ദിവസം സഭയിൽ പുറത്താ. അതെ, അതുണ്ട് കേട്ടോ. അത് പേടിപ്പെടും ഒരിക്കലും. ഓണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും. ഒരു മഞ്ഞാക്കലച്ഛൻ ഉണ്ടായിരുന്നില്ലേ, പല കാര്യങ്ങളും പച്ചയ്ക്ക് പറഞ്ഞോണ്ടിരുന്നതാ. അച്ഛനോടൊന്നും നാട് കടത്തിയില്ലുള്ളൂ. അച്ഛനിപ്പോ ഇവിടെ ഇല്ല അല്ലേ? ഓ, അച്ഛൻ അയർലൻഡൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛൻ ഒരു പരിധി വരെയുള്ള വീഡിയോകളിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇങ്ങനെ നമ്മളില്ല എന്നല്ല, ഒരുപാട് പേരുണ്ട് ഇതിന്റെ അകത്തളങ്ങളിൽ. ഒത്തിരി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും കൃത്യമായ പഠനങ്ങളുള്ള ആളുകളുണ്ട്. നമ്മൾ പേഴ്സണലി അവരുടെ അടുത്ത് പോയിരുന്നു നോക്കി, അവര് കൃത്യമായ കാര്യങ്ങൾ പറയും. ഇപ്പൊ ഞാൻ പല ആളുകളുടെ അടുത്തും പല അച്ഛന്മാരുടെ അടുത്തും ഞാൻ പോയിരുന്ന് പേഴ്സണലി സംസാരിക്കുമ്പോൾ, നിനക്കത് പറയാം പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു എന്നോട്. അതായത് അതാണ് സത്യം എന്നിരിക്കിൽ പോലും അവർക്കത് പറയാനുള്ള സാധ്യതയില്ലാതിരിക്കുന്ന പല കേസുകളുണ്ട്. അതിപ്പോ ഈ ബന്ധനമോചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പണ്ട് ഇതേമാതിരി ഇങ്ങനെ പല ബ്രദർമാരും ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെയൊക്കെ. അപ്പൊ അന്ന്
അവര് ഇവിടെ വന്നിട്ട് വീട്ടിലാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത് ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ അച്ഛന്മാര് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും, എല്ലാം ഓക്കെയാണ്. പക്ഷെ പുറത്തു പോയി കഴിഞ്ഞാൽ അവര് പറയും നിങ്ങൾ അങ്ങനെ നടത്താൻ പാടില്ല, അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, അതിനുള്ള ഫുൾ റെസ്ട്രിക്ഷൻ പറയും. ഇവിടെ എന്നാ നേരിൽ പോയി പറയും സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ നമ്മള് ആൾക്കാർക്ക് അതിനോട് താല്പര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്നോടൊരു ശുശ്രൂഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു അച്ഛനില്ലെങ്കിൽ ഒരു ശുശ്രൂഷ പോകാൻ പാടില്ല എന്നാണല്ലോ കത്തോലിക്ക സഭയുടെ പഠനം. അതെ, സുവിശേഷ പ്രഘോഷണം പോലും നടത്താൻ പാടില്ല, ധ്യാനം നടത്താൻ, ഒരു കാര്യം നടത്താൻ പാടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവര് ഏതെങ്കിലും ഒരു അച്ഛന്റെ കീഴിലായിരിക്കും ഒരു ധ്യാനം നടത്തുക. അപ്പൊ ഈ അച്ഛൻ ആദ്യം വന്നിട്ട് ഉദ്ഘാടന പ്രസംഗം നടത്തും. ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോഴേ കരിസ്മാറ്റുകാർ കള്ളന്മാരാണ്, അവന്മാരുടെ ഹൈപ്പാണ്, അവന്മാർ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ടെന്നായിരിക്കും പറയണത്. അത് കഴിഞ്ഞിട്ടാണ് 4 ദിവസം ധ്യാനം നടത്തുന്നത്. അപ്പൊ എങ്ങനെയുണ്ടാവും? കോമൺ ആണ്. അപ്പൊ ഇത് പറഞ്ഞിട്ട് 4 ദിവസം ധ്യാനം നടത്തേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെയുള്ള പാവപ്പെട്ട ഈ പറയുന്ന കരിസ്മാറ്റിക്കാർക്കുള്ള പ്രശ്നം. അപ്പൊ സുവിശേഷം പറയാൻ ആർക്കും യോഗ്യതയില്ല എന്ന് പഠിപ്പിച്ചത് ആരാ? ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായത്? അത് തുടക്കത്തിൽ തന്നെ അങ്ങനെ ആയല്ലോ. മീൻസ് ബൈബിൾ കൊടുക്കാതെ നമ്മുടെ കയ്യിലേക്ക് ബൈബിൾ എത്താണ്. എന്റെ അമ്മാമ്മയൊക്കെ പറയുന്നത് ബൈബിളൊന്നും കിട്ടിയതൊക്കെ അവരുടെയൊക്കെ ഒരു അമ്മ മരിച്ചു ഇപ്പോ. ഒരു കാലം മുഴുവൻ ഇതൊക്കെ മറച്ചു വെക്കപ്പെട്ടു. കുറെ വർഷങ്ങൾ ഇതൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ ബൈബിള് കിട്ടാനില്ല, ഇനി കിട്ടിയാൽ തന്നെ പ്രസംഗിക്കാൻ അനുവാദമില്ല. ഇങ്ങനെ പല വിധത്തിൽ ഈ സംഭവമൊക്കെ അതിനൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇതൊക്കെ സേവരച്ചൻ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കുഴപ്പഴച്ചൻ ഇത് അങ്ങനെ തന്നെ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ. പക്ഷെ അതൊരിക്കലും ജനത്തിന്റെ അടുത്തോട്ടും ചെല്ലാൻ പോലും അവർ അനുവദിക്കത്തില്ല. അതിനെ മാക്സിമം ബ്ലോക്ക് ചെയ്യും. പല കാര്യങ്ങളും അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പം ശരിക്കും നവോത്ഥാനം അല്ലെങ്കിൽ മാർട്ടിൻ ലൂതറിലൂടെ ഉണ്ടായിരുന്ന നവോത്ഥാനത്തെ കുറിച്ച് അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അച്ഛൻ. അപ്പൊ നമ്മളിപ്പുറത്ത് സഭയുടെ ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും മാർട്ടിൻ ലൂതർ സഭയെ വിഭജിച്ചു, നശിപ്പിച്ചു, തകർത്തു, ബൈബിൾ ഇല്ലാതെയാക്കി, യാക്കോബിന്റെ ലേഖനം വേണ്ടെന്ന് വെപ്പിച്ചു. അങ്ങനെ കുറെ കഥകളാണ് നമ്മുടെ കയ്യിൽ കിട്ടുക, കുറെ സ്റ്റോറികൾ ഞാൻ കേട്ടിട്ടുണ്ട് കുറെ. അച്ഛൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. സത്യം പറഞ്ഞാൽ സഭയ്ക്ക് പോലും സുവിശേഷം പ്രസംഗിക്കേണ്ട അവസ്ഥ വന്നു നവോത്ഥാനത്തിലൂടെ. മാർട്ടിൻ ലൂതർ 95 വിഷയങ്ങൾ എടുത്തു വെച്ചു. ആ 95 വിഷയങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു നവോത്ഥാനം സഭയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമായി വന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ സുവിശേഷ പ്രഘോഷണം 16-ാം നൂറ്റാണ്ടിന് ശേഷം ശക്തമായി 2 തലത്തിലും. അപ്പൊ അങ്ങനെയല്ലേ ഇപ്പം നമ്മള് ഒരപ്പന് 2 മക്കളുണ്ടെന്ന് വെക്കാം. ഒരാള് നൂറ്റാണ്ടിന് ശേഷമുള്ള പുസ്തകങ്ങൾ അങ്ങനെ വല്ലതും നമുക്ക് കിട്ടാനുണ്ടോ? ഇതിപ്പോ ഡിഡാക്ക എന്നൊക്കെ പറയുന്നത് കുറെ 1-ാം നൂറ്റാണ്ടിലെ 2-ാം നൂറ്റാണ്ടിലത്തെ ആണല്ലോ. AD 150 ഇടയിലൊക്കെ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഡിഡാക്ക എന്ന് പറയുന്നത്. അതെ, ആ സമയത്താണല്ലേ. ഓക്കെ. ഇവരുടെ അപ്പൊ ഒരു കാര്യം ചോദിക്കാനുള്ളത്, എനിക്ക് മീൻസ് ഒറ്റ കാര്യം കൊണ്ട് ക്ലാരിറ്റി കിട്ടാതെ, ഇപ്പൊ നമ്മളിപ്പോ പീഡാനുഭവങ്ങളിൽ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ടല്ലോ, പീഡാനുഭവങ്ങളുടെ ധ്യാനം, അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ധ്യാനം തന്നെയാണല്ലോ. അപ്പൊ അവര് അതായത് നമ്മളെ കുരിശിന്റെ വഴി പോലെയുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടൊക്കെ ചെയ്യുന്നത്, അതിനോടുള്ള ഒരു ബ്രദറിന്റെ ഒരു നോളജ് എങ്ങനെയാണ്? അത് ചെയ്യണം വേണ്ടെന്നാണോ, അതെയോ അതെങ്ങനെ ചെയ്യണം എന്നാണോ? എന്താണ് അതിന്റെ അതായത് ഇപ്പോ ക്രിസ്തുവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുകയാണല്ലോ ശരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 1-ാം സ്ഥലം നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ആ വേദനയെല്ലാം നമ്മൾ 14 വരെ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഡ്രാമാറ്റിക്കലായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. അത് തെറ്റാണെന്നൊന്നുമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് എടുക്കുക. ഓൾഡ് ടെസ്റ്റമെന്റിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കാൽവരിയിലെ കുറിച്ചും ക്രൂശിനെ കുറിച്ചും ഓരോരോ കാര്യങ്ങളെ കുറിച്ചും എന്താ പറയാത്തുള്ളത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏഷ്യ 51 ഷാർപ്പായിട്ട് വിഷ്വൽ മാജിക് ആണ് പറയുന്നത്. അതായത് കണ്ടിട്ടാ പറയുന്നത്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിനേക്കാളൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള സംഭവം കണ്ടിട്ടാണ് ഏഷ്യ എഴുതുന്നത്. ഇപ്പൊ മെൽ ഗിബ്സൺ അല്ലെങ്കിൽ മെൽ ഗിബ്സൺ അത് വിഷ്വൽ ആക്കിയതിനേക്കാളൊക്കെ എത്രയോ പെർഫെക്റ്റ്ലി ആയിരിക്കാം ഒരു പക്ഷേ ഏഷ്യ കണ്ടിരിക്കുന്ന സംഭവം. മനസ്സിലാവും. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് ഓരോ പ്രവാചകന്മാരും എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പൊ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കുന്ന തുടങ്ങി, സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദൊക്കെ എഴുതിയിരിക്കുന്നത് എന്റെ പ്രാണസ്നേഹിതൻ എനിക്കെതിരെ കുതുകാൽ ഉയർത്തുന്നു തുടങ്ങി. ഇങ്ങനെ യേശുവിനെ കുറിച്ച് ഒരുപാട് ഉൽപ്പത്തി 3:15 തുടങ്ങി ഇങ്ങനെ താഴോട്ടുണ്ടല്ലോ. അപ്പൊ ഇത് മുഴുവൻ നമ്മളിപ്പോ ഒരു സ്ഥലമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്ഥലമൊന്നും തീരത്തില്ല. 14 ചോദിക്കുന്നത് അതായത് അപ്പൊ ആരാണ് ഇത് ഡിക്ലെയർ ചെയ്തത് ഇങ്ങനെ? അത് ഞാൻ പറഞ്ഞത് അത് തെറ്റൊന്നല്ല. പക്ഷെ അത് നമുക്കിപ്പം ഒരു കാര്യത്തെ ഇപ്പോ മെഷർ ചെയ്യുമ്പോൾ
അവിടെ നടക്കുന്ന എല്ലാ ഒരു ഇമോഷനും എല്ലാം കൂടി കൂട്ടിച്ചേർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മൊത്തം ഇമോഷൻ ആണല്ലോ. അപ്പൊ വേറോനിക്ക് മുഖം തുടയ്ക്കാൻ വരുന്നു, ഒന്നാം പ്രാവശ്യം വീഴുന്നു, രണ്ടാം പ്രാവശ്യം വീഴുന്നു, മൂന്നാം പ്രാവശ്യം വീഴുന്നു, ശിമയോൻ കുരിശ് ചുമക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ശിമയോൻ കുരിശ് ചുമക്കാൻ സഹായിക്കുന്നു. ഈശോയെ നിന്നെ ഈ സ്ഥിതിയിൽ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത് ആരെ ചെയ്യാൻ പോകുന്ന ആ സ്ഥിതി കണ്ടായിരുന്നെങ്കിൽ. ശിമയോൻ പോലും നിർബന്ധത്തിന് വഴങ്ങിയാണ് ചെയ്യുന്നത്. നമുക്കിത് പറയാൻ സുഖമാ, ഡ്രാമാറ്റിക്കലി നമുക്കിത് എന്ത് ചെയ്യാം. ചുറ്റും നിൽക്കുന്ന ഒരു എതിർപ്പാണ്. ആ സമയത്ത് ഒരിക്കലും നമ്മളിപ്പോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ നമ്മളെ മൈൻഡും അങ്ങനെ തന്നെയായിരിക്കും. ഈ പറയുന്നവൻ ക്രിസ്തുവിനെ കുറിച്ച് ഒരൊറ്റ പീഡ വരട്ടെ, അപ്പൊ തിരിച്ച് കല്ലെറിയണാണ്. ഒരൊറ്റ പ്രശ്നം വരട്ടെ. ഇപ്പം നമ്മള് സഭയുടെ ഏതെങ്കിലും ഒരു കാര്യം ഈ കൃത്യമായിട്ട് ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടാ പറയുന്നേ, പഠനം എടുത്ത് വെച്ചിട്ടാ പറയുന്നത്, എന്നിട്ട് ഒരാൾ അംഗീകരിക്കുന്നുണ്ടോ? നേരെ തിരിച്ചല്ലേ വരുന്നേ. അപ്പൊ ഇവര് ക്രിസ്തുവിനെ പ്രതി എന്ത് സഹിക്കുമെന്നാ പറയുന്നത്? ഇവര് ആര് ശിമയോന്റെ കുരിശെടുക്കുമെന്ന് പറയുന്നത്? ശിമയോനെ പോലെ ഞാൻ എടുക്കാന്ന് പറയാം. ഇതൊക്കെ വെറുതെ ഡ്രാമ ചെയ്യാന്ന് നമുക്ക്. അതിന വ്യായാമത്തിന് മാത്രമായി തന്നെയാണ് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന സാധനത്തിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഹൃദയത്തിൽ ഞാൻ പറഞ്ഞ അത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. നമുക്ക് ആ 14 സ്ഥലവും ധ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാളേറെ സ്ഥലങ്ങളുണ്ട്, 14 നിൽക്കത്തൊന്നുമില്ല. യേശുവിന്റെ കാൽവരിയിലെ ക്രൂശിലേക്കുള്ള വഴികൾ, അവന്റെ പീഡയേറ്റപ്പോഴുള്ളത്, അവന്റെ പിടിക്കപ്പെട്ടപ്പോഴുള്ളത്, ഒറ്റപ്പെട്ട ആ താഴെ കിടക്കുന്ന ഞാൻ ആ യേശുവിന്റെ വിചാരണയ്ക്ക് മുമ്പ് അടച്ചിരുന്ന തുറുങ്കില് ആ ഒരു അതാണെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, അത് തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നല്ല ഫീലൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയി നിന്നതാണ്. യേശു ചാരി നിന്നു എന്ന് പറയുന്ന ആ കൽ ചുമരിൽ ഞാൻ ചാരി നിന്നിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അവിടെയൊക്കെ പോയി ഓരോ സ്ഥലങ്ങളും കണ്ടിരിക്കുന്നതാ. 2000 വർഷം മുമ്പുള്ള പോലെ ഒന്നല്ലെന്ന് കിടക്കുന്ന പലതും മാറ്റം ഉണ്ടെന്ന് മാത്രമല്ല, പലതൊക്കെ വീണ്ടും പണിതിട്ടുണ്ട്, മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പലതും നമ്മൾ കാണുമ്പോൾ അതൊന്നുമല്ല, റിയാലിറ്റി ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ പലതും റിയൽ അല്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് ധ്യാനിക്കാൻ പറ്റിയാൽ, അതായത് ഇപ്പോൾ ഗത്സമനിൽ പിടിക്കപ്പെട്ടപ്പോൾ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വിചാരണയ്ക്ക് വരെയുള്ള ചെറിയ ഗ്യാപ്പിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ചെവി കൂടെ ഓടുന്നൊരു ഓശാനയുണ്ട്, ജനങ്ങളുടെ ആർപ്പുവിളിയുണ്ട്. അതായത് ഇന്നലെ വരെ ജനം മുഴുവൻ അവനെ കാണാൻ തിങ്ങിക്കൂടിയിരുന്ന രാജാവിനെ പോലെ നടന്നവൻ ഒറ്റ ദിവസം കൊണ്ട് തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ ഫീല് എന്നിലേക്ക് വന്നാലേ ഉള്ളൂ. അതായത് ഞാൻ ഇന്നലെ വരെ രാജാവിനെ പോലെ നടന്ന ഞാൻ, എൻ്റെ ഭാര്യ എന്നെ തള്ളി പറയുമ്പോൾ, എൻ്റെ മക്കൾ എന്നെ തള്ളി പറയുമ്പോൾ, എൻ്റെ അപ്പനും അമ്മ എന്നെ തള്ളി പറയുമ്പോൾ, എൻ്റെ ബന്ധുക്കാർ, എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ്, എൻ്റെ കൂടെ നടന്ന് ആരാധിച്ച എൻ്റെ സഹോദരര്, സകലരും എന്നെ തള്ളി പറഞ്ഞ് ഞാൻ മോശക്കാരനാണ്, ഞാനൊരു വിഘടനവാദിയാണ്, തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പഴിചാരി എന്നെ ഇത് ചെയ്ത് എല്ലാവരാലും തള്ളി പറഞ്ഞ് എല്ലാവരാലും ഒറ്റപ്പെടുന്ന നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ അവസ്ഥയിൽ ഞാൻ നിൽക്കണം. എന്നാൽ ആ ഓർമ്മ ആചരിക്കുന്നത് അല്ലെങ്കിൽ ആ സംഭവം നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നിൽക്കാൻ പറ്റിയ ഇതല്ലേ വെറുതെ ഡ്രാമാറ്റിക്കലി നമ്മളിങ്ങനെ വിഷ്വൽ മാജിക് കാണിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ കണ്ണീന്നൊക്കെ വെള്ളം വരും, ഇമോഷനൊക്കെ വരും. അത് തെറ്റൊന്നുമല്ല, ചിലപ്പോൾ അതായിരിക്കും ഒരാളുടെ ആധ്യാത്മികത എന്ന് അവർക്ക് ചിലപ്പോൾ ചിലർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കരുതെന്നോ അത് ഫീൽ ചെയ്യുന്നത് ശരിയല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ധ്യാനത്തിലേക്ക് വരണം നമ്മൾ. അങ്ങനെ വരണമെങ്കിൽ ഡീപ്പായിട്ട് നമ്മൾ ആ വചനത്തിന്റെ കോർ കണ്ടന്റുകളിലേക്കും അതിന്റെ പ്രവചനങ്ങളിലേക്കും എല്ലാം നമ്മളൊന്ന് ഓടിപ്പോയാൽ പറ്റും. പഠിച്ചതിന് ശേഷം വേണം അങ്ങനെ. ശരിക്കും പറഞ്ഞ ഒരൊറ്റ വാക്യെടുത്ത് വായിച്ചാ 1 മണിക്കൂറല്ല, ഒരു ദിവസം ധ്യാനിക്കാനുള്ള സാധനം ഉണ്ട്. അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റണം നമുക്ക്. അല്ല, ഞാന് ആരാധന എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സ്തുതിപ്പും പ്രാർത്ഥനയും പാട്ടും ഒക്കെ തന്നെയാണല്ലോ നമ്മുടെ പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ ഈ ധ്യാനം എന്ന് പറയുമ്പോ ചിലര് പറയും എന്റെ അടുത്ത്, അതിനൊക്കെ നല്ലത് ഈ ഒരു കുരിശിന്റെ വഴി ചെല്ലുക, എത്ര സമാധാനം ഉണ്ട് കുരിശിന്റെ വഴി. അപ്പൊ ഞാനിങ്ങനെ പറയും, കുരിശിന്റെ വഴി എനിക്ക് അങ്ങനെ എന്നാൽ ചില സമയത്ത് ഞാൻ കുരിശിന്റെ വഴി ചെല്ലും, ഞാൻ എനിക്ക് തന്നെ കരച്ചിൽ വരും. ഞാൻ അങ്ങനെ മീൻസ് ഒന്നും വേണ്ട, ചെയ്യാൻ പറ്റുന്നിടത്ത് ധ്യാനിക്കുമ്പോൾ തന്നെ നമുക്കത് അങ്ങനെ ഉള്ളുന്നുള്ള ഒരു വിഷമം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അപ്പൊ ഞാൻ പറയുമെന്ന്, പക്ഷെ സ്തുതിപ്പ് വേണം, ആരാധന വേണം, നമുക്ക് അങ്ങനെ പോകണം എന്നും പറയും ഞാൻ. അപ്പോ അതാണ് ഞാനിത് ചോദിക്കാൻ കാരണം. അതായത് അവരുടെ അവര് പറയുന്നത് തന്നെയാണോ ഇനി ശരി, നമ്മള് രണ്ടും തന്നെ ഞാൻ പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കാൻ കാരണം. അല്ല, അതൊക്കെ ചെയ്യാം, പ്രശ്നമില്ല. അത് ഇങ്ങനെയൊക്കെ അതിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ബോധ്യം വരും. തുടക്കം തുടങ്ങി ഒടുക്കം വരെ ഞാൻ നേരത്തെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞില്ലേ, ആദം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെ കിടക്കുന്നതെന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ കണ്ണ് നനയാത്ത ആരുള്ളേ. അതെ അതെ. അപ്പൊ അന്ന് ആദത്തിന് വേണ്ടി കൊല്ലപ്പെട്ട മൃഗം, കായനും ആബേലിനെയും ബലിയിൽ കൊല്ലപ്പെട്ട കുഞ്ഞാട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രിസ്തു. നമ്മുടെ പ്രവൃത്തിയല്ല ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നുള്ള ഈ ബോധ്യങ്ങൾ നമ്മൾ എത്തുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് പറയുന്നത് മൊത്തം എഴുതുമായിരുന്നു. കാരണം ഞാനത് പിന്നെ ഇത് മറന്നു പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ അതിന് വേണ്ടി പറയുന്നപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മുടെ മുമ്പിൽ ഒരു സംശയം, ഒരു ചോദ്യം വരുമ്പോ ഇപ്പൊ ഞാൻ വായിച്ചതും ഞാൻ പഠിച്ചതും കർത്താവ് എനിക്ക് തന്ന ബോധ്യങ്ങളും നമ്മളുടെ ഹൃദയഫലങ്ങളിൽ എഴുതിയിട്ടുണ്ട് പലതും. പക്ഷെ ഒരാളൊരു ചോദിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഒരു സഹായമുണ്ട്, പരിശുദ്ധാത്മാവിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഹെൽപ്പ് അനുസരിച്ച് ഞാൻ ഉത്തരം പറയുന്നത്, അല്ലാതെ പ്രിപ്പറേഷൻ അല്ലല്ലോ. ഇപ്പൊ ജയിൽ എന്ത് ചോദിക്കുന്ന എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതെ, അത് ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ പറയുന്നു. നമ്മുടെ കഴിവിലല്ലത്, നമ്മൾ സീറോ ആണ് ഇവിടെ. ഞാൻ എന്റെ കഴിവിൽ ആശ്രയിച്ച ഈ കാര്യം പരാജയപ്പെടുള്ളൂ, നമ്മൾ ഈ പറയുന്ന കാര്യം പരാജയപ്പെടുള്ളൂ. ഇപ്പൊ നമ്മൾ പല ഓഡിയോകളും എന്തുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഞാനത് ചോദിക്കാൻ കഴിയുന്നു. അങ്ങനെ ഐ മീൻ ഓഡിയോ ഫോൺ കോൾ അല്ലേ, വെറുതെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അല്ല, അത് നമ്മളല്ല പറയുന്നേ, പരിശുദ്ധാത്മാവ് അതിലുണ്ട് എന്നുള്ള ബോധ്യം കൊണ്ടാണ് ഞാനത് പബ്ലിക് ആക്കുന്നേ. പബ്ലിക് ആക്കുമ്പോഴും ഉള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മളുടെ വിജയമോ അല്ലെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞതോ ഇതൊന്നുമല്ല. നമ്മൾ ആരെങ്കിലും ഹരാസ് ചെയ്തിട്ട് ഇത് പോകുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാനത് ഉൾക്കൊള്ളാൻ പറ്റുന്നവനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ല, ഉള്ളില് പല ആളുകളുടെയും ഉള്ളിൽ ഇപ്പൊ ഇന്നിപ്പോ ജെയിൻ ചോദിച്ച ഇതേ ചോദ്യങ്ങൾ പല ആളുകളുടെയും ഹൃദയത്തിലുള്ള ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. ഇപ്പൊ ഈ ഓഡിയോ പബ്ലിക് ആക്കുകയാണെങ്കിൽ തന്നെ അത് പലർക്കും ചിലപ്പോൾ സംശയത്തിന് നിവാരണമാവും, സംശയത്തിന് മാറാനുള്ള ഒരു സാധ്യതയാണ്. എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയും, കുർബാന ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരുടെ ഉള്ളിലൂട്ടാ. കാരണം അങ്ങനെയാണ് ബേസിക്കലി അത് ഫീഡ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ അത് പറഞ്ഞ ആളുകൾക്ക് അത് മനസ്സിലാവത്തില്ല. അതെ, നമ്മൾ പെന്തക്കോസ്തൻ എന്ന് പറഞ്ഞിട്ട് അവഗണിക്കത്തേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നതും ജനിച്ചതും വളർന്നതും ഇനി അങ്ങോട്ടുള്ളതും കത്തോലിക്കനായിട്ട് തന്നെ ജീവിക്കുന്നു ഉറപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പൊ അങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. എന്താണ് വിശുദ്ധ കുർബാന, എന്തല്ല വിശുദ്ധ കുർബാന എന്നൊരു ക്രിസ്ത്യാനിക്ക് ബോധ്യം ഉണ്ടാവണം. ബോധ്യമില്ല. അതാണ് ഞാനിപ്പോ എനിക്ക് ആ കൺഫ്യൂഷൻ ആയത് അവിടെ നിന്ന് ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ബ്രദറിന്റെ അടുത്ത് ഇന്ന് വിളിക്കണം ചോദിച്ചിട്ട്. കാരണം എനിക്കതിനൊരു ക്ലാരിറ്റി വരുന്നില്ല. അപ്പൊ അത് എങ്ങനെയാണ് ശരിയാവുന്നത്, നമ്മുടെ പല കാര്യങ്ങളും തെറ്റാണല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി വന്നപ്പോഴാണ് ഞാൻ ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി വിളിച്ചത്. ഞാൻ ഓക്കെ ബ്രദറെ, ഒത്തിരി സമയം ഞാനിതൊന്ന് ഇത് റെക്കോർഡാണ്, ആക്ച്വലി റെക്കോർഡാണെന്ന് തോന്നുന്നു, നോക്കാം. അപ്പൊ ഞാനിത് നല്ല വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണെന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം നോക്കിയിട്ട്. കുഴപ്പമില്ല. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.